Hi students, my name is Fida. I am Intervalinte English tutor and the topic we are going to discuss today is email writing. എങ്ങനെയാണ് ഇമെയിൽ റൈറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് എക്സാമിന് ഒരു 5 മാർക്സിനൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇത് അത്ര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇതിന്റെ ഫോമാറ്റും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലേ? അപ്പോൾ എങ്ങനെയാണ് എഴുതാന്ന് നമുക്ക് പഠിച്ചു നോക്കാം. സോ നമുക്ക് നോക്കാം. ഇമെയിൽ റൈറ്റിങ്ങിൽ നമുക്കറിയാം ഒരു ഇമെയിലിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നമ്മളൊരു ഫോണിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ നമുക്കൊരു കള്ളിയും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ പേപ്പറിൽ എഴുതേണ്ടത്. സോ ഫസ്റ്റ് എന്താണ് ഉണ്ടാവുക? നമ്മുടെ ഫ്രം അഡ്രസ്സ് ആണ് ആൻഡ് ദെൻ ടു അഡ്രസ്സ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഫ്രം അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മെയിൽ അഡ്രസ്സാണ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ anu@gmail.com അല്ലെങ്കിൽ yahoo.com എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്രം അഡ്രസ്സ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ടു അഡ്രസ്സ്, നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരുടെ ഒരു അഡ്രസ്സാണ് നമ്മൾ ടു അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആരതി എന്നുള്ള അഡ്രസ്സിലോട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ aradi@gmail.com എന്ന് കൊടുക്കാം. ഇനി നമ്മൾ CC/BCC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലാങ്ക് ആക്കിയിട്ട് കൊടുത്താൽ മതി. അത് ആ ഒരു ഫോർമാറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ചാൽ മതി. നമുക്ക് അതിലൊന്നും എഴുതുകയൊന്നും ചെയ്യേണ്ട. ഇത് ഓപ്ഷണലാണ്. ദെൻ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എപ്പോഴും വളരെ പ്രിസൈസ് ആയിരിക്കണം. നമ്മൾ ലെറ്ററിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇമെയിലും നമുക്ക് സബ്ജക്റ്റ് പ്രിസൈസ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇമെയിൽ എഴുതുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇൻഫർമേഷൻ, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും വളരെ ബ്രീഫായിട്ടുള്ള കണ്ടൻറ് ആയിരിക്കും ഇമെയിലിനകത്ത് ഉണ്ടായിരിക്കുക. സോ ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീച്ചറിന് ലീവ് എഴുതാൻ വേണ്ടിയിട്ട്, ലീവ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുന്ന ഒരു മെയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിഗാർഡിംഗ് ലീവ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഒരു ബ്രീഫായിട്ടുള്ള സബ്ജക്റ്റുമാണ് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സല്യൂട്ടേഷൻ ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. നമുക്കറിയാം ഫോമലിലാണെങ്കിൽ നമ്മളൊരു ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നുള്ളൊരു സല്യൂട്ടേഷനും, ഇനി ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഹലോ ഡിയർ അതല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേര് എഴുതാം. ഹായ് മീര എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേര് എഴുതാം. ഇങ്ങനെ സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബോഡി ഓഫ് ദ മെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡി നമുക്ക് 3ആയിട്ട് തിരിക്കാം. പക്ഷേ എങ്കിൽ പോലും വളരെ ബ്രീഫായിട്ടുള്ള 3 പാരഗ്രാഫ്സ് അല്ലെങ്കിൽ വളരെ ബ്രീഫായിട്ടുള്ള ഒരു കോണ്ടൻ്റ് ആണ് ഇതിൻ്റെ ബോഡിക്കകത്ത് വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ ശ്രദ്ധിക്കുക. ബോഡി ഓഫ് ദ മെയിലിനകത്ത് നമുക്ക് എഴുതേണ്ട എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഈ മെയിൽ അയക്കുന്നത് എന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ എലബറേറ്റ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ബോഡിക്കകത്ത് വരുന്നത്. അപ്പോൾ ബോഡി ഓഫ് ദി ലെറ്ററിൽ നമ്മൾ കണ്ടന്റ് എഴുതുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു ലീവ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മളൊരു മെയിൽ അയക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു സൂപ്പർവൈസറിന് നമ്മൾ മെയിൽ അയക്കുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ലീവ് ആകുന്നത് എന്ന് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നെക്സ്റ്റ് ഒരു 3rd പാരഗ്രാഫ്, അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്ററിലെ പോലെ വലിയ വലിയ പാരഗ്രാഫ്സ് ഒന്നും വേണ്ട കേട്ടോ. കുഞ്ഞു പാരഗ്രാഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ലൈൻസ് 3 ലൈൻസ് ഒക്കെ വരുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ മെയിൽ ലൈനകത്ത് എഴുതുള്ളൂ. അപ്പം ഈ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഐ റിക്വസ്റ്റ് യു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഹംബ്ലി റിക്വസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക കൺക്ലൂഷൻ്റെ ഭാഗത്ത് നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് അവിടെ പറ്റണം. സോ അതാണ് ഈ ഒരു ബോഡി ഓഫ് ദ മെയിലിനകത്ത് വരുന്ന കാര്യം. നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. അതോടൊപ്പം കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതല്ല നമ്മളിപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക ഒരു കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ജോബിന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ന ആളാണ്, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നിങ്ങളുടെ ഒരു വേക്കൻസി ലിസ്റ്റ് കണ്ടു. അതിൽ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു മെയിൽ അയക്കുന്നത്. ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു കൺസിഡർ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം. അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഈ ഒരു CV അല്ലെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് എവിടെ മെൻഷൻ ചെയ്യാം? കൺക്ലൂഷനകത്ത് മെൻഷൻ ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പം ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ക്രിയേറ്റീവായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും ആൻസർ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഫോർമാറ്റ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്.
അതിൽ നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നോ, നിങ്ങൾക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, അതിനനുസരിച്ച് നമ്മുടെ സ്കോർ ചെയ്യുന്നത് കൂട്ടാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ ബോഡി ഓഫ് ദ മെയിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ളത് എന്താ, ക്ലോസിങ് അല്ലെങ്കിൽ സൈൻ ഓഫ് ആണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ മെയിലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം ഫോമലിനകത്ത് നമ്മൾ സ്ലാങ് എക്സ്പ്രഷൻസ്, കാഷ്വൽ ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്തുകൂടാ. മറിച്ച് നമ്മൾ ഫോമൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഫ്രണ്ടിന് അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പേർപ്പസിന് അയക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലെറ്ററിനൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഫോമൽ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വിത്ത് റിഗാർഡ്സ് നോ, സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി, ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്യാം. അല്ല നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ ചിയേഴ്സ്, ബെസ്റ്റ് വിഷസ്, വിത്ത് ലവ്, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. സോ അത്രേ ഉള്ളൂ അവിടെ. ദെൻ നമ്മുടെ നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ. ഇപ്പം നമ്മളൊരു ഫ്രണ്ടിന് അയക്കുമ്പം നമുക്ക് നെയിം പറഞ്ഞാൽ മതി. ഇനി നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ പേര്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ജോലിയുടെ ആവശ്യത്തിന്, ഇപ്പം നമ്മളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ആവശ്യത്തിനൊക്കെ അയക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഡെസിഗ്നേഷനൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും മെയിൽ ഐ ഡിയിലോട്ട് ഒരു പെർട്ടിക്കുലർ സെലിബ്രേഷനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന മെയിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, രാജൻ ഹെഡ് മാസ്റ്റർ, ഇങ്ങനെയാണ് അതിൻ്റെ എൻഡിൽ പേര് കൊടുക്കേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് ഇത്രയും കൂടെ എഴുതി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൽ ക്ലിയർ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ മെയിൽ എഴുതുന്ന സമയത്ത് ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കാം. ഇതുപോലെ അതിനകത്ത് ഡിവൈഡ് ചെയ്യുക. ഫ്രം അഡ്രസ്സ് എപ്പോഴും ഇതുപോലെ സ്മോൾ ലെറ്ററിൽ നിങ്ങൾ എഴുതുക. ടു അഡ്രസ്സ്, ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് എഴുതുക. ദെൻ CC BCC എന്ന് വെറുതെ അവിടെ എഴുതി വെച്ചാൽ മതി. അതിനുശേഷം സബ്ജക്റ്റ് എപ്പോഴും ക്ലാരിറ്റി ഉള്ള ലൈൻസ് വേണം. പ്രിസൈസ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ അകത്ത് ഉണ്ടായിരിക്കും എന്താണ് നിങ്ങൾ മെയിലിൽ കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ലൈന് നമുക്കിവിടെ കൊടുക്കാം. ദെൻ സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ്സ്. ഇപ്പോൾ നമ്മൾ ഫോമലായിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സർ, റെസ്പെക്റ്റഡ് സർ, മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. നമ്മൾ ഫ്രണ്ട്സിനാണെങ്കിൽ ഹലോ, ഡിയർ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഗ്രീറ്റ് ചെയ്യാം. ദെൻ നമ്മുടെ ബോഡിക്കകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, മെയിലിൽ വളരെ മിനിമൽ കണ്ടൻറ്റ് മാത്രമാണ് ആവശ്യമുള്ളൂ. സോ അത്തരത്തിൽ ബ്രീഫ് ആക്കിയിട്ട് മാത്രം നമ്മൾ മെയിൽ ചെയ്താൽ മതി. ദെൻ ക്ലോസിങ് നമ്മൾ പറഞ്ഞു, ഫോമൽ ആണെങ്കിലും ഇൻഫോമൽ ആണെങ്കിലും ഡിഫറെൻറ്റ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മുടെ നെയിം, ഡെസിഗ്നേഷൻ, ഇപ്പം നമ്മളുടെ പേരും ഡെസിഗ്നേഷനും കൊടുത്താൽ മതി. നമ്മൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ, അങ്ങനെ ഒരു ഡെസിഗ്നേഷനും കൂടെ നമുക്കതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ക്ലിയർ ആണ്. സോ ഇത്രയും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഇമെയിൽ എഴുതാമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലോ? റെഡി അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി എക്സാമിന് കാണാറുള്ളത്. യു ആർ വിക്രം, ലിവിങ് ഇൻ കൊച്ചി. റൈറ്റ് an email to your friend Ria describing your recent trip to മൂന്നാർ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ, നിങ്ങൾ വിക്രമാണ്, നിങ്ങൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട് റിയ എന്ന് പറയുന്ന കുട്ടിക്ക് നിങ്ങളുടെ റീസെൻറ്റ് ട്രിപ്പിനെ കുറിച്ച്, മൂന്നാറിലോട്ട് നിങ്ങൾ പോയിട്ടുള്ള ഒരു യാത്രയെ കുറിച്ച് എഴുതാനാണ്. സോ ഇത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെയിലാണ്, ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മെയിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, വിക്രം വേണം, റിയ വേണം. ഇതിന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, മെയിൽ അഡ്രസ്സ് കിട്ടുന്നുണ്ട് അല്ലേ, ഫ്രം ടു അഡ്രസ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെയോ നമ്മളുടെ ഡീറ്റെയിൽസ് എന്താ, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, റീസെൻറ്റ് ട്രിപ്പ് ടു മൂന്നാർ അല്ലേ, ഡിസ്ക്രൈബിങ് യുവർ റീസെൻറ്റ് ട്രിപ്പ് ടു മൂന്നാർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വണ്ടർഫുൾ ട്രിപ്പ് അല്ലെങ്കിൽ റിഗാർഡിങ് മൈ ട്രിപ്പ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ലൈന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അതിന് ആവശ്യം, നമ്മൾ കൊച്ചിയിലാണ് താമസിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ പോയിന്റ്സ് കിട്ടുന്നോ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടതെന്നുള്ള ഫോമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ മെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എക്സ്പ്രസ് ചെയ്യാം, സ്ലാങ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം, കാഷ്വലായിട്ട് ടോക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രിപ്പ് എങ്ങനെയായിരുന്നു, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം അല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നൊരു ട്രിപ്പ് പോയി, അത് നല്ല എൻ്റെ ലൈഫിലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളൊക്കെ ട്രിപ്പ് പോയിട്ടുള്ളവരല്ലേ,
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ അവിടെ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കഴിച്ചു, എവിടെയൊക്കെ പോയി, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ നമ്മൾ പറയാം. അത് മതി. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളാണ് ആളെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയും, നമ്മൾ എന്തൊക്കെ എഴുതും, അത് വെച്ചിട്ട് നമുക്ക് എഴുതിയാൽ മതി. സോ അത്തരത്തിൽ നമ്മൾ ആ ഒരു ഫോമാറ്റിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഇമെയിൽ എഴുതാന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളൊരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഈ ഫോമാറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉൾപ്പെടുത്തിക്കൂടാ, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്തിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇമെയിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികളും ഉഷാറായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.